സംസ്ഥാനം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ആവേശത്തോടെ മുന്നണികളും പാർട്ടികളും കാത്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി കോൺഗ്രസിനും UDFിനും പ്ലസ് പോയിന്റായി എന്നതിൽ തർക്കമില്ല. എന്നാൽ നിലമ്പൂരിലെ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന പ്രവർത്തികളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. നേതാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള തമ്മിലടി രൂപപ്പെട്ടിരിക്കുന്നു. നിലമ്പൂരിലെ വിജയം ഏതു തരത്തിലാണോ പ്രവർത്തകരെ ആവേശത്തിലാക്കിയത്, അതിനേക്കാൾ ഏറെ പ്രവർത്തകർ പരിഹാസ്യരാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒട്ടും പക്വതയില്ലാത്ത നിലയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലവിലെ പ്രവർത്തികൾ. പ്രധാനമായും മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ളത്. മുന്നണിയിലും പാർട്ടിയിലും കൂടുതൽ ശക്തനായ VD സതീശനെ ഒതുക്കാൻ കോൺഗ്രസിൽ ഇപ്പോൾ പുതിയൊരു കൂട്ടായ്മ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെയും ബെന്നി ബെഹനാന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന അണിയറ നീക്കത്തിൽ K മുരളീധരനും K സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളും പങ്കാളികളാകുന്നതായാണ് പുറത്തുവരുന്ന വിവരം. PV അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന ഈ വിഭാഗത്തിന്റെ താല്പര്യത്തിനെതിരെ VD സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതും ഭിന്നത രൂക്ഷമാക്കിയിട്ടുണ്ട്. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ UDFിനോട് സഹകരിപ്പിച്ചാൽ ഒന്നിൽ കൂടുതൽ സീറ്റ് നൽകേണ്ടി വരുമെന്നും അതോടുവിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കുരിശാകുമെന്നുമാണ് VD സതീശൻ നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, നിലമ്പൂരിൽ ആര്യാടൻ സൗക്കത്തിനെ പരസ്യമായി പരാജയപ്പെടുത്താൻ ശ്രമിച്ച PV അൻവറിനെ മുന്നണിയിലെടുത്താൽ അത് കോൺഗ്രസ് അണികളെ പ്രകോപിപ്പിക്കുമെന്ന മുന്നറിയിപ്പും സതീശൻ നൽകിയിട്ടുണ്ട്. അതേസമയം സതീശന്റെ ഈ വാദം കോൺഗ്രസിലെ സതീശൻ വിരുദ്ധരും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും അംഗീകരിക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും UDFിന്റെ സാധ്യതകളെ തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ബാധിക്കുമെന്നാണ് ഇവരുടെ വാദം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാൽ വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയാത്ത തരത്തിൽ VD സതീശൻ ഹൈക്കമാൻഡിൽ പിടിമുറുക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ നിരന്തരം നേരിട്ട് ബന്ധപ്പെട്ട് സതീശൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി നേടിയ വിജയങ്ങളാണ് സതീശനെ ദേശീയ നേതൃത്വത്തിന് പ്രിയങ്കരനാക്കിയിരിക്കുന്നത്. ഈ പോക്ക് പോയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും സതീശന് നിർണായക റോളുണ്ടാകും. ഇതുതന്നെയാണ് അദ്ദേഹത്തിന്റെ എതിർചേരിയെയും ആശങ്കപ്പെടുത്തുന്നത്. സതീശൻ അനുകൂല വിഭാഗമെന്നും എതിർ വിഭാഗമെന്നുമുള്ള തരത്തിൽ ചേരി തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴുള്ളത്. യുവാക്കൾക്കും യുവതികൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണമെന്നാണ് സതീശൻ ആഗ്രഹിക്കുന്നത്. അധികാരം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തർക്കം വരുമെന്ന് കൂടി മുൻകൂട്ടി കണ്ടാണ് ഈ നീക്കമെന്നതും ഉറപ്പാണ്. യുവാക്കൾക്കൊപ്പം ഗ്രൂപ്പുകൾ മൂലക്കിരുത്തിയ VM സുധീരനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന ആഗ്രഹവും സതീശൻ ക്യാമ്പിനുണ്ട്. സുധീരന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം താൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി കസേര തട്ടിത്തെറിപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ സുധീരനെ മുൻനിർത്തി എതിർചേരിയെ വെട്ടിലാക്കാനാണ് സതീശന്റെ പദ്ധതി. രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഏറെ അടുപ്പം പുലർത്തുന്ന VM സുധീരന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നാൽ ഹൈക്കമാൻഡിന് പോലും അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൽ ഭരണം ലഭിച്ചാൽ നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ലാൻഡ് ചെയ്യാമെന്ന AICC ജനറൽ സെക്രട്ടറി കൂടിയായ ആലപ്പുഴ MP KC വേണുഗോപാലിന്റെ സ്വപ്നം കൂടിയാണ് അതോടെ തകരുക. അതേസമയം VM സുധീരൻ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചൊൽപ്പടിക്ക് നിൽക്കുമോ എന്നത് ഏറെ സംശയകരമാണ്. തന്റേതായ നിലപാടുകളിലും തീരുമാനങ്ങളിലും മുന്നോട്ടു പോകുന്ന നേതാവാണ് സുധീരൻ. അങ്ങനെയുള്ള സുധീരൻ VD സതീശന്റെ തീരുമാനങ്ങളിൽ മാത്രം നിലകൊള്ളുന്ന നേതാവായി മാറുവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ സുധീരനെ മുൻനിർത്തിയുള്ള സതീശന്റെ പരിശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതുപോലെ തന്നെ KC വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്ന നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത്. സതീശനും കൂട്ടർക്കും ഏതെങ്കിലും തർക്കം ഉന്നയിക്കാം എന്നതിനപ്പുറത്തേക്ക് തീരുമാനങ്ങൾ എടുക്കുക KC വേണുഗോപാൽ ഉൾപ്പെടുന്ന ദേശീയ നേതൃത്വം തന്നെയാകും. ഏതായാലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പദത്തിലേക്ക് കൂടുതൽ പേരുകളാണ് ഉയർന്നു വരുന്നത്. ആ കൂട്ടത്തിൽ ഒന്നായി VM സുധീരന്റെ പേരും മാറിയിരിക്കുന്നു.